പാക് സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറിൻ്റെ പുതിയ നീക്കത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളും സംസാരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു ചുറ്റിക പോലെ തലയിലടിച്ചിട്ടും അസീം മുനീർ അടങ്ങുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപിൻ്റെ US സന്ദർശന വേളയിൽ മുനീർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇനി ബലൂചിസ്ഥാനിൽ നിന്ന് അപൂർവ ധാതുക്കൾ ലഭിക്കാനും അവ മൊത്തത്തിൽ US-ലേക്ക് കൊണ്ടുപോകാനും US-ന് എളുപ്പമാകും എന്നാണ് അസീം മുനീർ US-നോട് പറഞ്ഞത്. ജിയോ പസഫിക്കിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഈ നിർദ്ദേശം പരിഗണിക്കേണ്ടതാണ്. ഇത് അറബിക്കടലിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണം സാധ്യമാക്കും. അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഉണ്ടായില്ലെങ്കിലും വിദഗ്ധർ പറയുന്നു, ജിയോ പസഫിക്കിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ മുനീറിൻ്റെ ഈ കളി അപകടകരമാണ് എന്നുള്ളതാണ്. അതായത് ഗ്വാദ്വാറിൽ നിന്ന് 100 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു തുറമുഖം അമേരിക്ക വികസിപ്പിക്കുന്നു ഈ പാകിസ്ഥാനിൽ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്കയ്ക്കൊപ്പം ചാരന്മാരും വരുന്നു. ഈ തുറമുഖം ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ഗ്വാദ്വാറിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയും ഇറാന്റെ ചബഹർ തുറമുഖത്ത് നിന്ന് 160 കിലോമീറ്റർ അകലെയുമാണ്. ഇന്ത്യ ചബഹർ വികസിപ്പിക്കുന്നു. ഗ്വാദ്വാറിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ചൈനയെ ശരിക്കും ഭീഷണിപ്പെടുത്തുന്നു. ഒരു വശത്ത് അവിടെയുള്ള ജനങ്ങൾ ബലൂച്ചിൻ്റെ ഇരകളായി മാറുമ്പോൾ മറുവശത്ത് ഇന്ത്യയും ദേഷ്യത്തിലാണ് എന്നുള്ളതാണ്. ചൈനയാണ് ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തുന്നത്. ഇപ്പോൾ അവിടെ ഒരു അമേരിക്കൻ സൈനിക താവളം നിർമ്മിക്കുമെന്ന് അവർക്കറിയാം. അതായത് ഈ അമേരിക്കൻ സൈനിക താവളം ഏറ്റവും അധികം ഭീഷണിയാവുന്നത് ചൈനയ്ക്കാണ്. അങ്ങനെ പാകിസ്ഥാൻ്റെ ഇരട്ട നയം പാകിസ്ഥാന് ദോഷം മാത്രമേ വരുത്തുകയുള്ളൂ എന്ന് വിദഗ്ധർ പറയുന്നു. അവർ മുനീറിനെ വളരെ വലിയ രീതിയിൽ ശകാരിക്കുന്നു. ആരും മുനീറിനെ വിശ്വസിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.